ഹായ്, എല്ലാവർക്കും പ്രിയസ്റ്റ് ലൈഫ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബനാന ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മാത്രമല്ല, ബേക്കിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബേസിക് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലത്തെ റോബസ്റ്റ് പഴത്തിൻ്റെ അതേ ടേസ്റ്റാണ് ഈ പഴത്തിന്. പിന്നെ നിങ്ങൾ ഈ റെസിപ്പി ചെയ്യുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഴം എടുക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കറുത്ത പഴമാണ് ഇതിൽ ഏറ്റവും നല്ലത്. ഇതിൽ കറുപ്പ് വേണമെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും ടേസ്റ്റ് നമ്മുടെ ഈ റെസിപ്പിക്ക് കൂടും. അപ്പം ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാതിരത്തിൽ വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തേക്കണം. 1 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ, പിന്നെ സിന്നമോൺ പൗഡർ അതായത് കറുവപ്പട്ട പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, ബട്ടർ 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ ഉള്ള ബട്ടറാണ്. നിങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് കേക്ക് റെസിപ്പീസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബട്ടർ ഉപയോഗിക്കരുത്. അപ്പം നേരത്തെ കണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചേക്കണം. റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പം നമ്മൾ ബട്ടർ അലിഞ്ഞ് വെള്ളം പോലെ ആവരുത്. ജസ്റ്റ് നമ്മളിങ്ങനെ ഇപ്പം ഇത് കണ്ടോ തൊടുമ്പോഴത്തേനും ഇങ്ങനെ ഞെങ്ങി പോകണം. ഇതാണ് കറക്റ്റ് പാകം. മുട്ട 1 എടുത്തിട്ടുണ്ട്. അതും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. വാനില എസൻസ് 1/2 ടീസ്പൂൺ വേണം. പിന്നെ പാല് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും വേണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം ഒരു കേക്ക് ടിൻ എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. കേക്ക് ടിന്നിൽ ഞാൻ ജസ്റ്റ് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒന്നും ഇട്ടിട്ടില്ല. അത് ഇടണം എന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓവൻ റെഡിയാക്കാന്നുള്ളതാണ്. ഓവൻ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനിട്ടേക്കാം. അപ്പോൾ നമുക്ക് ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ബനാന ബ്രെഡ് ഉണ്ടാക്കുമ്പം നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന മാതിരി ഈ പൊടികളെല്ലാം അരിച്ച് എടുക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പഴം റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ആ പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അരിയുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ എളുപ്പം അങ്ങനെ ചെയ്യാം. ഒന്നുകിൽ ഇതേമാതിരി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ മാഷ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടായാലും ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതേമാതിരി ചെയ്തോളാം. അപ്പോൾ ഈ പഴം ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാവണം എന്നൊന്നുമില്ല. ചെറിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ പീസസ് ആവരുത്. ഇതേമാതിരത്തെയൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു വലിയ ബൗൾ എടുത്തേച്ചും ഇതിലേക്ക് ബട്ടറും പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ബട്ടർ ചേർക്കാം, 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇതൊരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ഇലക്ട്രിക് ബീറ്റർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ വിസ്ക് ഉണ്ടല്ലോ, ബലൂൺ വിസ്ക് നേരത്തെ കാണിച്ചേ, ഇതുമാതിരിയുള്ള വിസ്ക് കൊണ്ടാണെങ്കിലും ചെയ്യാൻ പറ്റും. ഒത്തിരി നേരിട്ട് അടിക്കണ്ട.
ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇത് ഒത്തിരി നേരം ഒന്നും ബീറ്റ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആവണ വരെ ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഒരെണ്ണം ഒഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കണം. മുട്ടയുടെ ടേസ്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഇനി ഇതും ഒന്ന് ബീറ്റ് ചെയ്യുക. ഇത് ഇത്ര ബീറ്റ് ചെയ്താൽ മതി. മുട്ടയും നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ കേക്കിനൊക്കെ ബാറ്റർ മിക്സ് ചെയ്യുമ്പം ഓവർ ബീറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കേക്ക് കുഴിയാനും അതേപോലെ ഹാർഡ് ആവാനൊക്കെയുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കേക്ക് നന്നാവട്ടെ എന്ന് കരുതി ഒത്തിരി നേരം ഇട്ട് ബീറ്റ് ചെയ്യുന്നതാണ്. അത് ഓരോ കേക്കിനനുസരിച്ച് വ്യത്യാസം വരും. നമ്മുടെ ഈ റെസിപ്പിക്ക് അധികം നേരം മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ പഴം മാഷ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടി എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബട്ടറിൻ്റെ മിക്സ്ചറിലേക്ക് ഈ മൈദയുടെ മിക്സ്ചറും ഈ പഴവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പം ആദ്യം ഇച്ചിരി ഈ പൊടി കുറച്ച് ഇടുക, കുറച്ച് പഴം ഇങ്ങോട്ടേക്ക് ചേർക്കാം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്പാച്ചില, ഇങ്ങനത്തെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇതേമാതിരി ഓൾട്ടർനേറ്റ് ചെയ്ത് രണ്ടും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന 1/2 ടീസ്പൂൺ പാലും കൂടി ചേർക്കണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ സ്പാച്ചുല വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈവനാക്കി കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക് ടിന്നിൻ്റെ 3/4 ഭാഗത്തോളം മാത്രമേ ബാറ്റർ നിൽക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേനും പുറത്തേക്ക് ഓവർഫ്ലോ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പായിട്ടുള്ള എയറൊക്കെ ഒന്ന് കളയാം. ഇനി നമുക്കിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം. 180 ഡിഗ്രിയിൽ ഒരു അരമണിക്കൂർ വെച്ച് നോക്കാം. ഇപ്പം നമ്മുടെ ബനാന ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് എടുത്തു ഇത് ബേക്കായി കിട്ടാൻ. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേനും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ബനാന ബ്രെഡ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മുടെ ബനാന ബ്രെഡ് ഞാനിവിടെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണിത്. നല്ല ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട്
അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.